കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി പ്രാർത്ഥനകളുള്ളവരാണ് നമ്മളെല്ലാവരും. ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 39-ാം വാക്യത്തിൽ വേദനയുടെ ആധിക്യത്തിൽ ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നാം കാണുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം ഏറെ വേദന നിറഞ്ഞതെന്ന് മനസ്സിലാക്കിയ യേശുവിൻ്റെ പ്രാർത്ഥനയാണിത്. എന്നാൽ പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നില്ല. ഈ വേദനകളെ പുത്രന്റെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് മാറ്റി നിർത്തുന്നുമില്ല. തന്നെ ഈശോനാഥൻ ഈ വേദനകൾക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ അതിലൂടെ ഈശോയ്ക്ക് സാധ്യമായത് മാനവകുലത്തിന്റെ മുഴുവനായിട്ടുള്ള രക്ഷയാണ്. അവിടുത്തെ കാത്തിരുന്നത് ഉയർപ്പിന്റെ വലിയ മഹത്വമാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചില പ്രാർത്ഥനകൾ കാലക്രമത്തിൽ അത് നമ്മുടെയും മറ്റുള്ളവരുടെയും വലിയ നന്മയ്ക്ക് കാരണമായി തീരുമെന്ന് തിരിച്ചറിയുക. പ്രാർത്ഥനയിൽ നിരാശ ഉണ്ടാകുമ്പോൾ എനിക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു ദൈവവചനമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അമിതമായി ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ പീഡിപ്പിക്കുന്നതിനും അമിതമായി ആഹ്ലാദിക്കുന്നതിൽ നിന്ന് എന്നെ നിയന്ത്രിക്കുന്നതിനുമായുള്ള പിശാചിന്റെ ദൂതൻ. ഇത് എടുത്തു മാറ്റണമേ എന്ന് 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും എടുത്തു മാറ്റപ്പെടാത്ത ഒട്ടനവധി മുള്ളുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, ഒരുപക്ഷെ ഈ ചില വേദനകൾ ആയിരിക്കാം ഇപ്പോഴും നമ്മെ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നത്. ഈ ചില വേദനകളായിരിക്കാം കർത്താവിൻ്റെ കൃപ കൂടുതലായി നമ്മിലേക്ക് ഒഴുക്കുവാനായി സഹായിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നു ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഉത്തരം കിട്ടാത്ത ഒട്ടനവധി പ്രാർത്ഥനകളും എടുത്തു മാറ്റപ്പെടാത്ത കുറേയധികം മുള്ളുകളും എൻ്റെ ജീവിതത്തിലുണ്ട്. നല്ല തമ്പുരാനെ, ഈ വേദനകളെല്ലാം എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന നിന്റെ മാർഗങ്ങളും തിരിച്ചറിയുവാൻ എന്നെ നീ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ ഒരിക്കലും നിരാശനാകാതെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്നോട് ചേർന്ന് നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷ കൈവരിക്കുവാൻ കർത്താവെ എന്നെ നീ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മന ബുദ്ധിവളർച്ചയില്ലാതെ ഇപ്പോഴും സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള കഴിവില്ലാത്ത അനിറ്റ് എന്ന ഒരു കുഞ്ഞുമകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകളെ സംരക്ഷിക്കാനായി ആ കുടുംബം ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോവുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരെ നമുക്ക് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.